കുന്നുകുളം പന്തല്ലൂരിൽ കുളത്തിൽ വീണ് സഹോദരിമാർ മുങ്ങിമരിച്ചു. 13 വയസ്സുള്ള അസ്നത്ത്, 9 വയസ്സുള്ള മഷിദ എന്നിവരാണ് മരിച്ചത്. പിതാവിനൊപ്പം കാൽ കഴുകാൻ കുളത്തിലിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. അഴീക്കോട് തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. കരവലി എന്ന അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ പരാതിയുമായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. മാളാപുത്തഞ്ചിറയിൽ വെടിക്കെട്ട് സംഘത്തിലെ തൊഴിലാളി തോട്ടിൽ മരിച്ച നിലയിൽ മലപ്പുറം അയങ്കലം സ്വദേശി പ്രമോദാണ് മരിച്ചത്. മരത്തംകുട സ്വദേശിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതിയും സഹായിയും എരുമപ്പെട്ടി പോലീസിന്റെ പിടിയിൽ. കോട്ടയം മണിമല സ്വദേശി രമേഷ് കുമാർ, ജൂജിൻ എന്നിവരാണ് പിടിയിലായത്. രമേഷ് കുമാർ 40-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതി. കൊടുങ്ങല്ലൂരിൽ ശ്രീനാരായണ ഗുരുദേവ വചനങ്ങളടങ്ങിയ നോട്ടീസ് വിതരണം ചെയ്ത CPI ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിച്ചതായി പരാതി. താലപ്പൊലി ആഘോഷത്തിനിടെ യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ 2 പേർ കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിൽ. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കുന്നുകുളം പന്തല്ലൂരിൽ സഹോദരങ്ങളായ പെൺകുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. വെള്ളിത്തിരുത്തി മടപ്പാട്ട് പറമ്പിൽ അഷ്കറിന്റെ മക്കളായ 9 വയസ്സുള്ള മഷിദ, 13 വയസ്സുള്ള അസ്നത്ത് എന്നിവരാണ് മരിച്ചത്. പന്തല്ലൂർ ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള പാടത്തെ പാറക്കുളത്തിൽ വൈകിട്ട് 4 മണിയോടെയാണ് ദുരന്തമുണ്ടായത്. പിതാവിനോടൊപ്പം അടുത്തുള്ള കല്യാണ മണ്ഡപത്തിലേക്ക് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികൾ കാലിൽ പറ്റിയ അഴുക്ക് കഴുകി കളയുവാനാണ് പാറക്കുളത്തിൽ ഇറങ്ങിയതെന്നാണ് സൂചന. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് കുട്ടികളെ പുറത്തെടുത്തത്. തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുക്കുന്ന കരവലി എന്ന അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പരാതി നൽകിയിരുന്നു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ നടത്തിയ പരിശോധനയിലാണ് അനധികൃത മത്സ്യബന്ധനം നടത്തിയെന്ന് എറണാകുളം തോപ്പുംപടി സ്വദേശി ഷഹീർ എന്നയാളുടെ ഉടമസ്ഥയിലുള്ള ബ്ലസ്സിംഗ് എന്ന ബോട്ട് പിടിച്ചെടുത്തത്. നിയമ നടപടികൾ പൂർത്തിയാക്കി ബോട്ടിലെ മത്സ്യം അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ലേലം ചെയ്ത് ലഭിച്ച 20,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് ബോട്ടുടമയ്ക്ക് 2.5 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു. സംന ഗോപൻ, VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ER ഷിനിൽകുമാർ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മാളാപുത്തഞ്ചിറയിൽ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം അയങ്കലം സ്വദേശി തെക്കത്ത് പറമ്പിൽ 36 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. പുത്തഞ്ചിറ ഫൊറോന പള്ളിയിൽ നടന്ന തിരുനാളിന് വെടിക്കെട്ട് നടത്തിയ സംഘത്തിലുള്ളതായിരുന്നു പ്രമോദ്. വെടിക്കെട്ടിന് ശേഷം പ്രമോദിനെ കാണാതായിരുന്നു. തുടർന്ന് സുഹൃത്തുക്കൾ സമീപത്തെല്ലാം അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല. രാവിലെ 6 മണിവരെ അന്വേഷിച്ചതിന് ശേഷം പ്രമോദ് തിരിച്ചുപോയി എന്ന് കരുതി സഹപ്രവർത്തകർ മടങ്ങി. നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് പ്രമോദിനെ പള്ളിയുടെ സമീപത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരത്തംകുട സ്വദേശിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതിയെയും ഇയാളുടെ സഹായിയെയും എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം മണിമല കിഴക്കേക്കര വീട്ടിൽ രമേഷ് കുമാർ, ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച മണിമല കൊക്കപ്പുഴ വീട്ടിൽ ജൂജിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സജീറിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേസിലെ 4ാം പ്രതിയായ രമേഷ് കുമാറാണ് വാളുപയോഗിച്ച് സജീറിനെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. 14 കൊലപാതക ശ്രമവും തട്ടിക്കൊണ്ടുപോകൽ, ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉൾപ്പെടെ 40-ൽ കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ് രമേഷ് കുമാർ. ഇയാളെ പിടികൂടുമ്പോഴും മാരകായുധങ്ങൾ കൈവശമുണ്ടായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 15-ാം തീയതി രാത്രിയാണ് ആക്രമണമുണ്ടായത്. പന്നിത്തടത്ത് ചിക്കൻ സെന്റർ നടത്തുന്ന സജീർ കടയ്ക്ക് മുൻപിൽ സുഹൃത്തിനോടും കുടുംബത്തോടും സംസാരിച്ചു നിൽക്കുമ്പോൾ കാറിലെത്തിയ 4-അംഗ സംഘം വാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. കൃത്യത്തിന് ശേഷം മൈസൂരിലേക്ക് കടന്ന പ്രതി പിന്നീട് കോട്ടയം മണിമലയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. മണിമല പോലീസിന്റെ സഹായത്തോടെയാണ് എരുമപ്പെട്ടി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ ശ്രീനാരായണ ഗുരുദേവ വചനങ്ങളടങ്ങിയ നോട്ടീസ് വിതരണം ചെയ്ത CPI ബ്രാഞ്ച് സെക്രട്ടറിക്ക് നേരെ കയ്യേറ്റവും വധഭീഷണിയും. CPI ചാത്തയടത്ത് പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി സുധീർ ഗോപിനാഥിന് നേരെയാണ് കയ്യേറ്റം നടന്നത്. യുവകലാസാഹിതിയും മറ്റു ചില സംഘടനകളും ചേർന്ന് അച്ചടിച്ച നോട്ടീസാണ് സുധീർ വിതരണം ചെയ്തത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 2-ാം വാർഡിൽ നോട്ടീസ് വിതരണം ചെയ്യുന്നതിനിടയിലാണ് 2 പേർ തന്നെ കയ്യേറ്റം ചെയ്യുകയും നോട്ടീസ് നശിപ്പിക്കുകയും ചെയ്തതെന്ന് സുധീർ ഗോപിനാഥ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് സുധീർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അയോധ്യയിൽ പണി പൂർത്തിയാകാത്ത രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഹിന്ദുത്വ സംഘടനകൾ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനെതിരെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ രാജ്യമാകണം ഇന്ത്യ എന്ന പേരിലുള്ള ഒരു നോട്ടീസ് ഞങ്ങൾ സുഹൃത്തുക്കൾ വിതരണം ചെയ്യുകയായിരുന്നു. സംഘപരിവാറിൻ്റെ ഗുണ്ടകളായ ശ്രീജിത്ത് തലയാഴ്ചയിൽ എന്ന ഒരു ആളും മറ്റൊരാളും ചേർന്നിട്ട്
എന്നെ ആക്രമണം അഴിച്ചുവിടുകയും എന്നെ പിടിച്ചു തള്ളുകയും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 10-15 നോട്ടീസുകൾ വലിച്ചെറികളയുകയും നിന്നെ ഞങ്ങൾ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണെന്നും നിന്നെ തീർത്തുള്ളതെന്ന് നമുക്ക് ഭീഷണി മുഴക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂരിൽ താലപ്പൊലി ആഘോഷത്തിനിടെ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കാര സ്വദേശി ഇളയാരംപുരയ്ക്കൽ കാർത്തികിനെ ആക്രമിച്ച കേസിൽ എടവലങ്ങ് സ്വദേശിയായ പുൽച്ചാടി എന്ന് വിളിക്കുന്ന കരാഞ്ചേരി വീട്ടിൽ അജിത്, പുളിക്കപ്പറമ്പിൽ അതുൽ കൃഷ്ണ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സംഘം യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. മുഖത്തും കഴുത്തിലും സാരമായി പരിക്കേറ്റ കാർത്തിക് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുന്നുകുളം 500 പാർക്കടിപ്പൂരത്തിനിടെ ആനയിടഞ്ഞു. തിരക്കിൽപ്പെട്ട് 2 പേർക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി പടിഞ്ഞാറ്റുകര സ്വദേശിയും വാദ്യകലാകാരനുമായ കരുമത്തിൽ വീട്ടിൽ ബാലകൃഷ്ണൻ നായരുടെ മകൻ വേണുഗോപാൽ, ചാട്ടുകുളം സ്വദേശിനി ആസ്നിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ആസ്നിയ തിരക്കിൽപ്പെട്ട് തലകറങ്ങി വീഴുകയായിരുന്നു. പാർക്കാടി അമ്പലത്തിന് സമീപത്ത് വെച്ചാണ് തൊഴാൻ വരുന്നതിനിടെ ആനയിടഞ്ഞത്. ആനയിടഞ്ഞതോടെ പൂരം കാണാനെത്തിയവർ ചിതറിയോടി. നിമിഷങ്ങൾക്കകം ആന ശാന്തനായി. പരിക്കേറ്റവരെ കുന്നുകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നുകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടതി റിമാൻഡ് ചെയ്ത കോടാലി ശ്രീധരനെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലെത്തിച്ചു. കനത്ത പോലീസ് വലയത്തിലാണ് ശ്രീധരനെ ജയിലിലെത്തിച്ചത്. കുഴൽപ്പണ കവർച്ച ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കോടാലി ശ്രീധരനെ 2 ദിവസം മുൻപാണ് പോലീസ് പിടികൂടിയത്. കുഴൽപ്പണ കവർച്ചയിൽ നിരവധി സംസ്ഥാനങ്ങളിൽ ശ്രീധരനെതിരെ കേസ് നിലവിലുണ്ട്. തുടരന്വേഷണത്തിനായി ശ്രീധരനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മേത്തലപ്പാടം സെന്ററിന് സമീപത്തായിരുന്നു അപകടം. എറിയാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ ക്രിസ്റ്റ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിൽ വീണു. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഗുരുവായൂർ ചൂൽപ്പുറത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് വീട്ടുമതിലിൽ ഇടിച്ച് യാത്രക്കാരന് പരിക്ക്. മറ്റം പട്ടയത്ത് മുരളീധരനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരിമ്പൂർ 4-ാം കല്ലിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചുകയറി. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ ഇടിച്ചു തകർത്ത ശേഷമാണ് കാർ കടയിലേക്ക് ഇടിച്ചുകയറി നിന്നത്. ആർക്കും പരിക്കില്ല. മുപ്ലിയം സ്വദേശി സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മൈനൂരിൽ റോഡുകൾക്ക് സമീപത്ത് സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം. പൂണത്ത് ഭഗവതി ക്ഷേത്രത്തിലെയും ശ്രീ തിരുമൂലങ്ങാട് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെയും റോഡരികിലെ കവാടങ്ങൾക്ക് സമീപത്ത് സ്ഥാപിച്ച ഭണ്ഡാരങ്ങളിൽ നിന്നുമാണ് പണം കവർന്നത്. ഭണ്ഡാരം തകർത്താണ് മോഷണം നടന്നിട്ടുള്ളത്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏനമാവിലെ താൽക്കാലിക വളയം ബണ്ടിന് മുകളിൽ ടിപ്പർ ലോറി മറഞ്ഞു. ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഏനമാക്കൽ റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിന് കുറുകെയുള്ള വളയംകെട്ടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണുമായി വന്ന ലോറിയാണ് മറഞ്ഞത്. അപകടത്തെ തുടർന്ന് ഈ ഭാഗത്തെ വളയംബണ്ടിന്റെ കെട്ട് തകർന്നു. ക്രെയിൻ ഉപയോഗിച്ചാണ് ടിപ്പർ ലോറി കരയ്ക്ക് കയറ്റിയത്. താൽക്കാലിക വളയംബണ്ടിന്റെ പുനർനിർമ്മാണം ഇനിയും പൂർത്തിയാകാത്തതിനാൽ പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. മനക്കുടിയിൽ ഓലഷെഡിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ കത്തിനശിച്ചു. പുള്ള് റോഡരികിൽ ആശാപ്രസാദ് വെളുത്തിനാർ എന്ന വനിത നടത്തിയിരുന്ന ഹോട്ടലാണ് കത്തിനശിച്ചത്. ആർക്കും പരിക്കില്ല. യാത്രക്കാരാണ് വൈകിട്ട് 6 മണിയോടെ ഹോട്ടലിൽ തീ പടരുന്നത് നാട്ടുകാരെ അറിയിച്ചത്. സ്ഥലത്തെത്തിയ അരിമ്പൂർ പഞ്ചായത്ത് അംഗം കെ രാഗേഷിന്റെ നേതൃത്വത്തിൽ അറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. ഞായറാഴ്ച ഹോട്ടൽ തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. ഞായറാഴ്ച കൊയ്ത്താരംഭിച്ച സമീപത്തെ 5 മുറി പാടശേഖരത്തിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ വിളനാശം ഒഴിവായി. കല്ലൂർ മുട്ടിത്തടിയിൽ വീട്ടുമുറ്റത്ത് പരിക്കേറ്റ നിലയിൽ മാൻകുട്ടിയെ കണ്ടെത്തി. മുട്ടിത്തടി കിഴക്കൂടൻ സുനിയുടെ വീട്ടുമുറ്റത്താണ് മാൻകുട്ടിയെ കണ്ടത്. കാലിന് പരിക്കേറ്റ് നടക്കാൻ സാധിക്കാതിരുന്ന മാൻകുട്ടിയെ വീട്ടുകാർ ശുശ്രൂഷിച്ചു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ മാൻകുട്ടിയെ കൊണ്ടുപോയി.
ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ജനതാദൾ എസിൽ ചേർന്ന 70 പേർക്ക് സ്വീകരണം നൽകി. തൈക്കാട് നടന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് M മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പള്ളി, രാഘവൻ മുളങ്ങാടൻ എന്നിവർ പാർട്ടി പതാക കൈമാറി. ഷെരീഫ് നാലകത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ പതാക ഏറ്റുവാങ്ങി. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി, വൈസ് പ്രസിഡന്റ് ശ്രീധരൻ മടത്തിപ്പറമ്പിൽ, യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകർ നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കണമെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞു. ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക പുരസ്കാരം PA കുര്യാക്കോസ്, E സലാഹുദ്ദീൻ എന്നിവർക്ക് മന്ത്രി സമ്മാനിച്ചു. മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പൗലോസ് താക്കോൽക്കാരൻ സ്മാരക പുരസ്കാരം TCV റിപ്പോർട്ടർ ശ്രീകേഷ് വെള്ളാനിക്കരയ്ക്കും, മികച്ച വാർത്താ അവതാരകനുള്ള പുരസ്കാരം TCV സബ് എഡിറ്റർ ആന്റോ കല്ലേരിക്കും സമ്മാനിച്ചു. ധന്യ മണികണ്ഠൻ, CG ഗോവിന്ദ്, നവാസ് പടുവിങ്ങൽ എന്നിവർക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് തോമസ് കോമ്പാറ അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, ഷാലി മുരുങ്ങൂർ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്തത് ചാലക്കുടി പ്രസ് ഫോറത്തിനെ നമ്മെ വിട്ടുപിരിച്ചു പോയാണ്. ഒരു വർഷത്തോളമായി അടച്ചിട്ടിരുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം റെസ്റ്റ് ഹൌസ് നവീകരണം പൂർത്തീകരിച്ച് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ ഭക്തർക്കായി തുറന്നുകൊടുത്തു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങൾ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് 10.5 കോടി രൂപ എസ്റ്റിമേറ്റിൽ പാഞ്ചജന്യം റെസ്റ്റ് ഹൌസ് നവീകരണം പൂർത്തീകരിച്ചത്. പാർക്കിംഗ് സ്ഥലവും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പെൻഷൻ പറ്റിയവരുടെ ആനുകൂല്യങ്ങൾ ഔദാര്യമല്ലെന്നും അത് അട്ടിമറിക്കാൻ ധൂർത്തിന്റെ പര്യായമായി സർക്കാരിനെ അനുവദിക്കുകയില്ലെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 39ാം ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിയൻ മാർഗത്തിലൂടെ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നവരെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്യുവാനാണ് ഇടത് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, DCC സെക്രട്ടറി K അജിത് കുമാർ, വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മതന്യൂനപക്ഷ വിഭാഗങ്ങളെ പരസ്യമായി ആക്രമിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്ന് K രാജൻ പറഞ്ഞു. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ AA റഷീദ് അധ്യക്ഷനായി. ഡെപ്യൂട്ടി കളക്ടർ MC റജീൽ, ന്യൂനപക്ഷ കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ, സംഘാടക സമിതി ചെയർമാൻ AM ഹാരിസ്, കൺവീനർ ഫാദർ നൌജിൻ ബ്രയത്തിൽ, റോണി അഗസ്റ്റിൻ, സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ നമിത റോസ് CMC തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് പൂരത്തിന്റെ തിടമ്പേറ്റി ആനയെ ചൊല്ലി തർക്കം. നവഭാരത് ക്ലബ് ദേശം കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. നവഭാരത് ക്ലബ് ദേശത്തിന്റെ തൃക്കടവൂർ ശിവരാജു എന്ന ആനയ്ക്കായിരുന്നു തിടമ്പ് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഉയരത്തെ ചൊല്ലി ഉണ്ടായ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കുമുറി ദേശക്കാരുടെ ചിറക്കൽ കാളിദാസനാണ് തിടമ്പേറ്റാൻ അവസരം ലഭിച്ചത്. എന്നാൽ ഉദ്യോഗസ്ഥൻ നൽകിയ തെറ്റായ വിവരത്തെ തുടർന്നാണ് ചിറക്കൽ കാളിദാസിന് തിടമ്പേറ്റാൻ അവസരം ലഭിച്ചതെന്നും ശിവരാജുവിനെ തഴയുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് നവഭാരത് ക്ലബ് ദേശക്കാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. നിർമ്മാണം പൂർത്തിയായ പുന്നയൂർക്കുളം പഞ്ചായത്തിലെ ആർട്ട് ഗാലറിയോട് കൂടിയ സാംസ്കാരിക നിലയം മന്ത്രി K രാധാകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. റബ്ബർ മിഷൻ 1,43 ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. അണ്ടത്തോട് 18ാം വാർഡിൽ ഇരുനില കെട്ടിടത്തിലാണ് സാംസ്കാരിക നിലയം ഒരുക്കിയിട്ടുള്ളത്. 400ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന വിവാഹ മണ്ഡപവും സാംസ്കാരിക നിലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ആർട്ട് ഗാലറി ഒരുക്കിയിട്ടുണ്ട്. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. രാവിലെ നടന്ന തിരുനാൾ ദിവ്യബലിക്ക് മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ സഹവികാരി ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികനായി. മേരിമാത മേജർ സെമിനാരി പ്രൊഫസർ ഫാദർ ജിബിൻ താഴേക്കാടൻ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് പ്രദക്ഷിണം നടന്നു.
സേവനത്തിന്റെ സമസ്ത മേഖലകളിലും ആത്മസമർപ്പണം നടത്തിയ ധീരവനിതയായിരുന്നു ഡോക്ടർ ത്രേസ്യ ഡയസ് എന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പുത്തൂരിൽ ത്രേസ്യ ഡയസ് അനുശോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജീവകാരുണ്യ വഴിയിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് ത്രേസ്യ ഡയസ് കാഴ്ചവെച്ചതെന്ന് മന്ത്രി പറഞ്ഞു. CO ജേക്കബ്, MU മുത്തു, തെരുവോരം മുരുകൻ, BJ റാഫി തുടങ്ങിയവർ സംസാരിച്ചു. SKSSF ചേർപ്പ് യൂണിറ്റ് പ്രചരണ സന്ദേശയാത്ര നടത്തി. SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി മുനവർ ഹുദവി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സമ്മേളന സന്ദേശം കൈമാറി. ഖത്തർ SKSSF തൃശൂർ ജില്ലാ പ്രസിഡന്റ് KE കമറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് PS അധ്യക്ഷത വഹിച്ചു. വർണ്ണവിസ്മയ കാഴ്ചകളുടെ വേറിട്ട വേദിയായ അമ്പ് ഗ്രാമം മിഴി തുറന്നു. തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി തുടങ്ങിയ അമ്പ് ഗ്രാമം ഓരോ വർഷവും കൂടുതൽ വിപുലമാക്കുകയാണ്. ഡാവിഞ്ചി സുരേഷിന്റെ വിവിധ കലാസൃഷ്ടികൾ, വളർത്തുപക്ഷി പ്രദർശനം, വിപണനമേള, ഭക്ഷ്യമേള, പുഷ്പമേള, അമ്യൂസ്മെന്റ് പാർക്ക്, ദീപാലങ്കാരം, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയാണ് ഇവിടെയുള്ളത്. കുഴൂർ ഹൈസ്കൂൾ മൈതാനത്ത് 23-ാം തീയതി വൈകിട്ട് 4 മുതൽ 10 വരെ സൗജന്യ പ്രവേശനം അനുവദിക്കും. കഴിഞ്ഞ 21 വർഷവും മേള നടത്തിപ്പിൽ നിന്ന് ലഭിച്ച വരുമാനം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചിരുന്നു. തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളി വികാരി ഫാദർ ഡോക്ടർ നെവിൻ ആട്ടോക്കാരൻ അമ്പ് ഗ്രാമം ഉദ്ഘാടനം ചെയ്തു. SNEC ഗേൾസ് ഇന്റർസോൺ ടാലന്റ്സ് മീറ്റിന്റെ ഭാഗമായി ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന രക്ഷിതാക്കളുടെ സംഗമം സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. SNEC അക്കാദമിക് കൌൺസിൽ ചെയർമാനും സമസ്ത കേരള മുഷാവറ അംഗവുമായ അബ്ദുസലാം ബാഖവി വടക്കേക്കാട് അധ്യക്ഷത വഹിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. പാണക്കാട് സയ്യിദ് സാവിഖ് അലി ശിഹാബ് തങ്ങൾ, ഇസ്മായിൽ കുഞ്ഞുഹാജി മാന്നാർ, AM പരീദ് എറണാകുളം തുടങ്ങിയവർ സംസാരിച്ചു. ജന്മനാലുള്ള വൃക്കരോഗത്തിന് കീഴടങ്ങാൻ അഖിൽ തയ്യാറല്ല. കൃഷി ജീവനും ജീവിതവുമാണ് ഈ ചെറുപ്പക്കാരന്. നല്ല ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം മാനസികവും ശാരീരികവുമായ പ്രസരിപ്പും ആരോഗ്യവും നിലനിർത്താൻ കൃഷിയിലൂടെ കഴിയുന്നുണ്ടെന്ന് 35-കാരനായ അഖിൽ പറയുന്നു. നമുക്കൊരു മനസ്സിന് സന്തോഷമാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ. നല്ലൊരു എനർജിയും അതോടൊപ്പം തന്നെ നമുക്ക് ശുദ്ധമായ ഭക്ഷണവും ലഭിക്കും. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇതിൽ ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ അസുഖത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാനിങ്ങനെ ചെയ്യുന്നത് മറ്റൊരു ആൾക്കാർക്കും പ്രചോദനം എന്ന നിലയിലാണ്. വീടിന് മുന്നിലെ പാടശേഖരത്തിൽ 68 സെന്റ് പാടം പാട്ടത്തിനെടുത്താണ് 15 വർഷമായി നെൽകൃഷി ചെയ്യുന്നത്. കേരള ജൈവ കർഷക സമിതി അംഗമായ വടമ തോട്ടുപുറം വീട്ടിൽ അഖിൽ രക്തശാലി, വയനാടൻ കുള്ളൻതൊണ്ടി, പൗർണമി എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. നാടൻ ഇനങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യവും അഖിലിനുണ്ട്. ശരാശരി 700 കിലോയോളം നെല്ലാണ് ഒരു വർഷം വിളവ് ലഭിക്കാറുള്ളത്. 250 കിലോയോളം വിളവ് ലഭിക്കുന്ന രക്തശാലി നെല്ല് 6 വർഷമായി സ്വന്തം ആവശ്യത്തിന് തവിട് കളയാതെ കുത്തിച്ചെടുത്ത് ഉപയോഗിക്കുന്നു. തൊട്ടടുത്തുള്ള മേക്കാട്ടുമനയിലെ 3.5 ഏക്കർ പാടം വേറെ ആരും പാട്ടത്തിനെടുത്ത് രാസരീതിയിൽ കൃഷി ചെയ്യാതിരിക്കാൻ അഖിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പാടശേഖരത്തിലേക്കുള്ള വളത്തിനായി മനയിൽ നിന്ന് നാടൻ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നത്. ഹൈപ്പർ പ്രൈമറി ഒക്സൽ ലൂറിയ എന്ന അപൂർവ രോഗമുള്ള അഖിൽ 2004 മുതൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. 2015-ൽ KSFയിൽ തൂപ്പുകാരനായി ജോലി ലഭിച്ചു. 2006 മുതൽ ആഴ്ചയിൽ 2 ദിവസമാണ് ഡയാലിസിസ് ചെയ്തു വരുന്നത്. ഉച്ചവരെയുള്ള ജോലിക്കും ഡയാലിസിസിനും ശേഷമുള്ള സമയം കൃഷിപ്പണിയിലാണ്. പെയിന്റിംഗ് തൊഴിലാളിയായ അച്ഛൻ അംബുജാക്ഷനും അമ്മ സുലേഖയും B.Ed വിദ്യാർത്ഥിയായ സഹോദരി അപർണയും സഹായത്തിനായി ഒപ്പമുണ്ട്. TCV മാള. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുട്ടികളുടെ പാർലമെന്റ് എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. തദ്ദേശ സമേതം എന്ന പേരിൽ സംഘടിപ്പിച്ച പാർലമെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. അണ്ടർ-19 ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് KK ഹമീദ് മുഖ്യാതിഥിയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ലാദൂർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ 1 വർഷം നീളുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കൊടുങ്ങ ആശാൻപടി ജംഗ്ഷനിൽ നിന്ന് ദീപശിഖ റാലിയെ ദേവാലയത്തിൽ സ്വീകരിച്ചു. മാർ പോളി കണ്ണൂകാടൻ ദീപശിഖ ഏറ്റുവാങ്ങി. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, മുൻ വികാരിമാർ
ഇടവകയിൽ നിന്നുള്ള വൈദികർ, ട്രസ്റ്റിമാർ തുടങ്ങിയവർ സന്നിഹിതരായി. തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹബലി അർപ്പണവും സ്നേഹവിരുന്നും ഉണ്ടായി. ഏനമാക്കാൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ സഹദായുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമൂഹ രക്തദാനം നടത്തി. തിരുനാൾ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമൂഹ രക്തദാനം വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറത്ത് ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ KR പോൾസൺ അധ്യക്ഷനായിരുന്നു. ബിജോയ് പെരുമാട്ടിൽ, ബ്രിൻഡോ, ചാക്കോ, ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ചിയാരം ആൽത്തറ മുതൽ മഠം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ NDA നടത്തിയ പ്രതിഷേധ പ്രകടനം മധ്യമേഖലാ ഉപാധ്യക്ഷൻ ബിജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ലിനി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സുശാന്ത് ഐനിക്കുന്നത്ത്, മണ്ഡലം സെക്രട്ടറി ES ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. CPM തിരുനെല്ലൂർ ബ്രാഞ്ച് അംഗവും DYFI മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി അംഗവുമായിരുന്ന മുജീബ് റഹ്മാന്റെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് അന്നഗരയിൽ അനുസ്മരണ സമ്മേളനം നടത്തി. മുരളി പെരുന്നെല്ലി MLA അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി CK വിജയൻ അധ്യക്ഷനായിരുന്നു. TV ഹരിദാസൻ, BG സുബ്രഹ്മണ്യൻ, KP ആലി, AK ഹുസൈൻ, ഗീതാ ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. മുളകുന്നത്തുകാവ് ശങ്കരപുരം ക്ഷേത്രത്തിന് സമീപം റെയിൽവേ ട്രാക്കിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കറുത്ത പാൻസും വെളുത്ത നിറത്തിലുള്ള ഷർട്ടുമാണ് വേഷം. ഒരു കൈയിൽ കുരിശിന്റെ രൂപം പച്ചകുത്തിയിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് അറിയുന്നവർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. കനകമല സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബെനഡിക്ട് കോപ്ലിയുടെ കാർമ്മികത്വത്തിൽ ലതീഞ്ഞ്, നൊവേന, പ്രദക്ഷിണം എന്നിവയുണ്ടായി. തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ അലക്സ് കല്ലേലി, ഷാജു വെളിയൻ, ഇടവക കൈക്കാരൻ ഷിജു പഴയടത്ത് പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും UDF അംഗങ്ങൾ വിട്ടുനിന്നു. പരിപാടിയിൽ നിന്നും TN പ്രതാപൻ MPയെ ഒഴിവാക്കിയതടക്കമുള്ള LDF ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണമെന്ന് കോൺഗ്രസ് പുന്നയൂർകുളം വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മൂസ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കമ്മ്യൂണിറ്റി ഹാൾ തുറന്നു പ്രവർത്തിക്കാൻ വൈകിയത് CPM ഭരണസമിതിയുടെ മെല്ലേപ്പോക്ക് മൂലമാണെന്നും മൂസ കുറ്റപ്പെടുത്തി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കുന്നുകുളം പന്തലൂരിൽ കുളത്തിൽ വീണ് സഹോദരിമാർ മുങ്ങിമരിച്ചു. 13 വയസ്സുള്ള അസ്നത്ത്, 9 വയസ്സുള്ള മഷിദ എന്നിവരാണ് മരിച്ചത്. പിതാവിനൊപ്പം കാൽ കഴുകാൻ കുളത്തിലിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. അഴീക്കോട് തീരത്തോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. കരവലി എന്ന അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ പരാതിയുമായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. മാള പുത്തഞ്ചേരിയിൽ വെടിക്കെട്ട് സംഘത്തിലെ തൊഴിലാളി തോട്ടിൽ മരിച്ച നിലയിൽ. മലപ്പുറം അയങ്കലം സ്വദേശി പ്രമോദാണ് മരിച്ചത്. മരത്തങ്കോട് സ്വദേശിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതിയും സഹായിയും എരുമപ്പെട്ടി പോലീസിന്റെ പിടിയിൽ. കോട്ടയം മണിമല സ്വദേശി രമേഷ് കുമാർ, ജൂജിൻ എന്നിവരാണ് പിടിയിലായത്. രമേഷ് കുമാർ 40-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതി. കൊടുങ്ങല്ലൂരിൽ ശ്രീനാരായണ ഗുരുദേവ വചനങ്ങളടങ്ങിയ നോട്ടീസ് വിതരണം ചെയ്ത CPI ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിച്ചതായി പരാതി. താലപ്പൊലി ആഘോഷത്തിനിടെ യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ 2 പേർ കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിൽ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.